ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000. 90 വർഷം പഴക്കമുള്ള ലൈബ്രറിക്ക് പുതുജീവനേകാൻ ഒന്നിക്കുകയാണ് ഒരു നാട്. മെഡിക്കൽ കോളേജ് കാരന്തൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ലൈബ്രറിക്കാണ് നാട്ടുകാർ ഒന്നിച്ചതോടെ പുതിയ കെട്ടിടം സാധ്യമായത്. വായനശാല നിലനിർത്തുന്നതിനായി മറ്റൊരു സ്ഥലത്ത് കെട്ടിടം പണിയാൻ സഹോദരങ്ങൾ സ്ഥലം അനുവദിച്ചതും മാതൃകയായി. 1937 ആനന്ദദായിനി പബ്ലിക് ലൈബ്രറി ആരംഭിച്ചത്. അന്ന് ലൈബ്രറി വാടക കെട്ടിടത്തിലായിരുന്നു. പിന്നീട് 1949 നാരായണൻ നായർ എന്ന വ്യക്തി വായനശാലയ്ക്ക് മായനാട് റോഡിനോട് ചേർന്നുള്ള സ്ഥലം സൗജന്യമായി വിട്ടു നൽകി. 1950 കെട്ടിടം നിർമ്മിച്ച് പൂർണ്ണസജ്ജമായ വായനശാലയാക്കിയും മാറ്റി. പതിനയ്യായിരത്തിലധികം പുസ്തകങ്ങളാണ് നിലവിൽ ലൈബ്രറിയിലുള്ളത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 500-ലധികം ആളുകൾ ഇവിടെ അംഗങ്ങളുമാണ്. മെഡിക്കൽ കോളേജ് കാരന്തൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വായനശാല കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു നീക്കണമെന്നത് ഇവരെ എല്ലാവരെയും നിരാശപ്പെടുത്തിയിരുന്നു. എന്നാൽ വായനശാലയെ ആധുനിക സംവിധാനങ്ങളോടുകൂടി മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത് പുതിയ വഴിത്തിരിവായി. നഷ്ടപരിഹാരം നല്ല കാര്യമായിട്ട് കിട്ടിയെങ്കിലേ നമുക്ക് ലൈബ്രറിക്ക് ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരുടെ സഹകരണം വേണം. അപ്പോൾ അതാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ഇപ്പോൾ ആധുനികമായ കാലത്തിന് യോജിച്ച രീതിയിലുള്ള നല്ലൊരു ലൈബ്രറിയാണ് ഞങ്ങളുടെ സ്വപ്നം. മായനാട് സ്കൂളിന് സമീപം പൊന്നുളി ഹരിദാസൻ നായരുടെ സ്മരണാർത്ഥം സഹോദരങ്ങളായ ശിവദാസൻ നായരും ശോഭനയും ചേർന്ന് സൗജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് ലൈബ്രറി കെട്ടിടം നിർമ്മിക്കുന്നത്. എന്നാൽ കൂടുതൽ ആളുകളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. വർഷം ഇതിൻ്റെ നവതി ആഘോഷിക്കുകയാണ്. 37 തുടങ്ങിയതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു അത്യാവശ്യം. കാരണം ഇത് അക്വയർ ചെയ്ത് ഇതിൻ്റെ കാശ് കിട്ടിയിട്ടൊന്നും കെട്ടിടം ഉണ്ടാക്കിയാൽ ഇതിനകത്തുള്ള 15,000 പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇത് അക്വയർ ചെയ്ത് പൈസ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കെട്ടിടം പണിത് പോകണം. പുതിയൊരു സ്ഥലം ഒരാൾ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് നമ്മൾ ആ എക്വസിഷൻ്റെ പണവും പിന്നെ കുറച്ച് പണം കൂടി വേണ്ടി വരും. നല്ല നിലയിൽ. കാരണം ഇനിയിപ്പോൾ വരുന്ന ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇതേമാതിരി പോരല്ലോ, കുറേ കൂടി നല്ല നിലയിൽ. അതും കുറേ കൊല്ലത്തേക്ക് വേണ്ടതല്ലേ. അടുത്ത വർഷം നവതി ആഘോഷിക്കുന്ന ആനന്ദദായിനി ലൈബ്രറിയുടെ പുതിയ സ്ഥലത്തിന്റെ രേഖകൾ ശിവദാസൻ നായർ, ശോഭന എന്നിവരിൽ സുഭാഷ് ചന്ദ്രൻ, ലൈബ്രറി പ്രസിഡന്റ് കെ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ആനന്ദദായിനി പബ്ലിക് ലൈബ്രറിയിലെ ആജീവനാന്ത മെമ്പറാണ് എഴുത്തുകാരനായ ശ്രീ സുഭാഷ് ചന്ദ്രൻ. ന്യൂസ് മലയാളം, കോഴിക്കോട്. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000.